നടിമാരൊക്കെ ഇല്ലേ, അവരുടെ സ്കിന്നിൻ്റെ വൈറ്റനിങ്ങിൻ്റെ രഹസ്യം എന്താണെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കും. അവരുടെ പഴയ സിനിമ കാണുമ്പോഴത്തേക്കും അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുണ്ട് അവരുടെ സ്കിൻ ടോൺ. കളറൊക്കെ നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിമ്പിൾസ് ഒന്നുമില്ല, ഡാർക്ക് സ്പോട്ട്സ് ഒന്നുമില്ല. സ്കിന്നിനെ നല്ല ഈവനായിട്ട് വെച്ചിട്ടുണ്ട്, സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാലം മുന്നേ ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊന്നും. പക്ഷെ ഇപ്പം നമുക്കറിയാം അല്ലേ, ഗ്ലൂട്ടാത്തോൺ മാത്രമാണ് അതിൻ്റെ ഒരു കാരണം. എന്നാൽ ഗ്ലൂട്ടാത്തയോണിനെ പറ്റി ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഗ്ലൂട്ടാത്തയോൺ നമുക്ക് 3 രീതിയിൽ എടുക്കാൻ പറ്റും. ക്രീംസ് ആയിട്ടൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ ടാബ്ലറ്റ് ഉണ്ട്, എഫർവസൻ ടാബ്ലറ്റും ഉണ്ട്. അതേപോലെ തന്നെ IV ഉണ്ട്, നമുക്ക് വെയിനിലൂടെ ഇഞ്ചെക്ട് ചെയ്തെടുക്കുന്ന ഡ്രിപ്സ് ആയിട്ട് IV ഡ്രിപ്സ് വഴിയിലും നമുക്കത് എടുക്കാവുന്നതാണ്. IV ഒക്കെ ആയിരിക്കാം ആക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്, ബട്ട് ഭയങ്കര കോസ്റ്റാണ് അതിന്. കാരണം അതെല്ലാം 8 വീക്സ് അല്ലെങ്കിൽ 6 വീക്സിൽ നമ്മൾ വീണ്ടും റീഫില്ല് ചെയ്യണം. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. IVൻ്റെ ഒക്കെ ആണെങ്കിൽ 5000 6000 ഒക്കെ അതിൽ കൂടുതലുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോൾ UAE-യിലാണെങ്കിലും ഒക്കെ അതിലും കൂടുതൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം അഫോർഡബിൾ ആണ് അത്, സാധാരണക്കാർക്ക് ഒന്നും അത് അത്ര അഫോർഡബിൾ അല്ല. പിന്നെ ഡിസ്ക്ലൈമർ പറയുവാണെങ്കിൽ എല്ലാ സ്കിൻ കളറിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡസ്കി ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ. നമ്മൾ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ ചില ആളുകൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇതെന്നല്ല എന്തൊരു പ്രോഡക്റ്റ് ആണെങ്കിലും വൈറ്റനിങ്ങിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുക, ഒരു വെയിൽ കൊള്ളാതെ അധികം വെയിലത്ത് പോവാതെ, ഇപ്പോൾ വെയിലത്ത് ഇറങ്ങുന്ന ജോലിയാണെങ്കിൽ പോയേ പറ്റൂ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കഴിവതും ഒഴിഞ്ഞു മാറിയൊക്കെ അധികം വെയിൽ കൊള്ളാണ്ട് പ്രൊട്ടക്ഷനൊക്കെ അയച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഒന്നും കൂടെ ഒരു എഫക്റ്റ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് 20 ഡേയ്സ് യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു മാറ്റം വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡാണിത്. അപ്പോൾ എനിക്കിത് നല്ലൊരു എഫക്റ്റ് തന്നിട്ടുണ്ട്. ഞാനിത് രാത്രിയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൺസ്യൂം ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 250 ml വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് മിക്സായി വരാനായിട്ട്. ഒരു മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കുടിക്കാം. രാത്രി കുടിക്കുന്നതാണ് ഒന്നും കൂടെ എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ രാത്രിയാണ് ഇത് കഴിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചീക്സ് ന്യൂട്രിക്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ടും ഉണ്ട്. പിന്നെ മോർ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഈ ചീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ 500 mg ഗ്ലൂട്ടാത്തയോൺ പ്ലസ് വൈറ്റമിൻ C സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ. ഈ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ പാക്കിങ് വന്നിട്ട് നമുക്കൊരു സിലിണ്ടർ കൈൻഡ് ഓഫ് ഒരു ബോട്ടിലാണേ. അതിൽ നമുക്കൊരു 20 എഫർവസൻറ്റ് ടാബ്ലറ്റ്സ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് നമുക്ക് സ്ട്രോബെറിയിലും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ലെമണിലും 2 ഫ്ലേവേഴ്സാണ് അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. ജാപ്പാനീസ് ഗ്ലൂട്ടാത്തയോൺ മെത്തേഡാണ് അവർ യൂസ് ചെയ്തേക്കുന്നത് ഫോർ സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ. നമുക്കൊരു 250 ml വാട്ടറിൽ വേണം നമുക്ക് ഈ ഒരു എഫർവസൻറ്റ് ടാബ്ലറ്റ് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മളത് അങ്ങനെ ഇൻടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു ഏകദേശം 1 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊന്ന് സോല്യൂബിളായിട്ട് വരാൻ വേണ്ടി. പ്രോഡക്റ്റിൻ്റെ വാർണിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട്, ഡു നോട്ട് കൺസ്യൂം ദ ടാബ്ലറ്റ് ഡയറക്റ്റ്ലി. സോ നമ്മളിതിങ്ങനെ സോല്യൂബിളാക്കി മാത്രമേ ഇൻടേക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ നോട്ട് ടു എക്സീഡ് ദ റെക്കമെൻഡഡ് ഡെയിലി യൂസേജ്. നമുക്ക് ഒരു ദിവസം ഒരു ടാബ്ലറ്റാണ് കഴിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ കൂടുതൽ വൈറ്റനിങ് വേണമെന്ന് പറഞ്ഞിട്ട് 2-3 ടാബ്ലറ്റ്സ് ഒന്നും എടുക്കാൻ പാടില്ല. സോ അത് വാർണിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട്. റെക്കമെൻഡഡ് യൂസേജ് ലെവൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1 എഫർവസൻറ്റ് ടാബ്ലറ്റ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ ആഫ്റ്റർ എനി മീൽ. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയിലോ ഒക്കെ തന്നെ കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് രാത്രിയിലാണ് കഴിക്കുന്നത്. കാരണം എനിക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് രാത്രിയിലാണെന്ന് തോന്നിയതുകൊണ്ട് ബിഫോർ സ്ലീപ്പ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്.
ഭംഗിയെന്നല്ല, കുറച്ചും കൂടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറച്ച് ക്ലിയർ ആക്കി വെക്കാം, പിമ്പിൾസൊക്കെ ഇല്ലാണ്ട് ഈവനായിട്ട് വെക്കാം എന്നൊക്കെ ഉള്ളവർക്കാണ് ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്രീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് നമ്മളെല്ലാം. ക്ലിനിക്കലി പ്രൂവൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇതിൽ നിന്നും ഉണ്ടാവുന്നില്ല. ഗ്ലൂട്ടാതയോൺ ഇപ്പോൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന, നമുക്കപ്പോൾ സ്കിന്നിനൊരു നല്ല വ്യത്യാസം വരും, നല്ലൊരു റേഡിയൻറ്റ് സ്കിൻ, നല്ലൊരു ഗ്ലോ ഉണ്ടാവും, നമുക്ക് തന്നെ അത് മനസ്സിലാവും കേട്ടോ. നമുക്ക് ഒരു ഷെയ്ഡ്, എനിക്കാണെങ്കിൽ ഫേസും കൈയും ഒക്കെ ഭയങ്കര ടാനായിട്ട് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരാളായിരുന്നു പണ്ട് കാലം തൊട്ടേ. ഞാൻ സ്കൂട്ടറൊക്കെ ഓടിച്ചിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഡാർക്കനായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്കിത് പറ്റുന്നുണ്ടോ എന്നറിയാൻ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സൈറ്റിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സ്ട്രോബെറി പ്ലസ് ലെമണിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇതിൽ ഗ്ലൂട്ടാതയോണും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഫോർ ഗെറ്റിംഗ് എ സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇഫ് ഇറ്റ് ഈസ് നമുക്ക് വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മളിത് യൂസ് ചെയ്ത് നോക്കണമല്ലോ അല്ലേ. ആൻഡ് ഇറ്റ്സ് വെരി അഫോർഡബിൾ. നമ്മൾ സാധാരണ ഗ്ലൂട്ടാതയോണൊക്കെ ഇത്രയും നമുക്ക് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയാണ് പേ ചെയ്യുന്നത് എവറി 6 weeks. ആൻഡ് 8 weeks കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ബി എ പാർട്ട് ഓഫ് ചിഗ്നൂട്രിക്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.